ആദ്യം അവർ നിങ്ങളെ പരിഹസിക്കും, പിന്നെ പുച്ഛിക്കും, പിന്നെ അവഗണിക്കും, അവസാനം നിങ്ങളെ ആക്രമിക്കും. പിന്നീടായിരിക്കും നിങ്ങളുടെ വിജയം. ഇത് മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ്. ഓരോ മണിക്കൂർ കൂടുന്തോറും രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട് ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിൽ. ഇങ്ങനെ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമരത്തെ ഭീഷണിയുടെയും അക്രമത്തിന്റെയും സ്വരത്തിൽ നിങ്ങൾ എത്ര നാൾ നേരിടും? തികച്ചും ന്യായമായ ഒരു കാര്യത്തിന് വേണ്ടി തെരുവീതികളിൽ സമരം ചെയ്യുന്ന, കൃത്യമായി ഭക്ഷണമോ വെള്ളമോ കിട്ടാത്ത യുവതികളെയും കുട്ടികളെയും അടക്കമുള്ളവരെ ഈ ഗുണ്ടകളായ പോലീസുകാർ, കാക്കിയിട്ട ഗുണ്ടകൾ ആക്രമിക്കുന്നത് കാണുമ്പോൾ സർക്കാരിനോട് പൂർണ്ണമായിട്ട് പുച്ഛമാണ് തോന്നുന്നത്. ഭൂമിയിലെ മനുഷ്യനെ ഒരിക്കലും ആക്രമിച്ചോ ഭീഷണിപ്പെടുത്തിയോ അനുസരിപ്പിക്കാൻ കഴിയില്ല. ഒറ്റക്കാര്യം ഓർത്താൽ മാത്രം മതി. ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു പ്രക്ഷോഭത്തെയും സമരത്തെയും അടിച്ചമർത്തലിലൂടെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇത് മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയാണ്, ഇത് ബി.ആർ. അംബേദ്കറുടെ ഇന്ത്യയാണ്, ഇത് സുഭാഷ് ചന്ദ്രബോസിന്റെ ഇന്ത്യയാണ്, ഇത് ഭഗത് സിംഗിന്റെ ഇന്ത്യയാണ്. അവർ നേടിത്തന്ന സ്വാതന്ത്ര്യമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഇന്ത്യ. സ്വാതന്ത്ര്യം ആരെങ്കിലും തട്ടിയെടുക്കാൻ എന്ന് നോക്കുന്നുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കാനുള്ള മനോധൈര്യമുള്ള ഒരു തലമുറ ഇന്ന് ഈ രാജ്യത്തുണ്ട്.